ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനും എൻ്റെ കുഞ്ഞുവാവയും കൂടി ഒന്ന് കറങ്ങാൻ പോകണം കേട്ടോ. വേറെ എവിടേക്കുമല്ല, നമ്മുടെ കുഞ്ഞുവാവയുടെ അച്ഛനൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് പോവാണ്. നമ്മളപ്പം അച്ഛന് ഇഷ്ടപ്പെട്ടൊരു സാധനം മേടിക്കാനായിട്ട് പോവാം. നമ്മൾ ഇന്നലെ നമ്മുടെ ഫ്രിഡ്ജ് ഒന്ന് കേടായിട്ട് നമ്മൾ ഫ്രിഡ്ജ് മാറ്റി മേടിക്കാൻ പോയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഏട്ടൻ ഒരു സാധനം എടുത്തിട്ട് ഏട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, പിന്നെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഏട്ടൻ മേടിച്ചില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഏട്ടനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് തന്നെ പോയി. നമ്മുടെ മൈജിയിലോട്ടാണ് പോയത്, പുനലൂരുള്ള മൈജിയിലോട്ടാണ് പോയത്. വേറൊന്നുമല്ല, ഒരു സ്പീക്കറാണ്. സത്യം പറഞ്ഞാൽ രാത്രി ഏട്ടൻ വീട്ടിൽ വരുമ്പോൾ ഏട്ടനെ കൊടുത്ത് സർപ്രൈസ് ആക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഏട്ടൻ എന്നെ ഇടയ്ക്ക് വെച്ച് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും കുഞ്ഞാവയും കൂടി വേറെ സാധനം മേടിക്കാൻ കടയിലോട്ട് വന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഞാനും കുഞ്ഞാവയും അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് ആരോ പറഞ്ഞു കൊടുത്തു ഞങ്ങൾ മൈജിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഏട്ടാ അപ്പം നേരെ അങ്ങോട്ട് വന്നു കേട്ടോ. ഞങ്ങളുടെ സർപ്രൈസ് എല്ലാം പൊളിഞ്ഞു, നാശമായി. അവരാണ് ഞങ്ങൾക്ക് ഗിഫ്റ്റ് പാക്ക് ചെയ്തൊക്കെ തന്നതേ ഉള്ളായിരുന്നു. അവർ നോക്കിയപ്പോൾ ഏട്ടൻ റോഡിൽ വെച്ച് എന്നെ പൊട്ടിച്ച് നോക്കുക എന്തോന്ന്. അപ്പം മേടിച്ച് കൊടുത്തപ്പം ഏട്ടൻ ഹാപ്പി ആയോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ല കേട്ടോ. ഏട്ടൻ ഒരു 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 ജാടക്കാരനാണ്. നമ്മൾ എന്ത് മേടിച്ച് കൊടുത്താലും ആദ്യം ഒരു ജാടയൊക്കെ ഇട്ട് നമ്മളെ അങ്ങ് ഇല്ലാണ്ടാക്കി കളയും. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ മേടിച്ച് കൊടുക്കുന്നതായിരിക്കും. പക്ഷേ എന്തായാലും ഞാൻ ഹാപ്പിയായി. പിന്നെ പുള്ളിക്കാരൻ അപ്പോഴിച്ചിരി ജാടയൊക്കെ ഇട്ടെങ്കിലും പിന്നെ എനിക്ക് മനസ്സിലായി ഏട്ടന് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ഇനി എനിക്ക് ചെവിതിലേക്കണ്ട, അച്ഛനും മോളിനി ഫുൾ ടൈം ഇതിനകത്തായിരിക്കും കേട്ടോ.